ആ ദൃശ്യങ്ങളിൽ തന്നെ ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞ് വീണ ജോർജിന് കൈവച്ചിട്ടില്ല. അത് വ്യക്തമാണ്. ഇനി അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഏറ്റവും അവസാനം ഇറങ്ങിയ വീഡിയോ പടവും 8 നിലയിൽ പൊട്ടി, ആ സിനിമയും പൊട്ടി. ഒരു തരത്തിലും അവിടെ ആരും അങ്ങോട്ട് പോയിട്ടില്ല. ആകെ 2 പേരായിരുന്നു. ഒരു വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു കോൺഗ്രസ് KSUക്കാരൻ ഉണ്ടായിരുന്നു. അയാളും ക്യാമറയായിട്ട് നീങ്ങുന്നു, പക്ഷേ അയാൾക്കൊന്നും അടുത്തെങ്ങും എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഒന്ന് മന്ത്രിക്കെതിരെ എന്തെങ്കിലും പൊതുപരിപാടികളിൽ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഞങ്ങൾ കായികമായി കൈകാര്യം ചെയ്യുമെന്ന് DYFI പോലുള്ള സംവിധാനങ്ങളും മന്ത്രി തന്നെയും പറയുന്നൊരു സാഹചര്യം ഓൾറെഡി നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനു മുമ്പ് പല സ്ഥലത്തും യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലുകൊണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ. അതൊന്ന്. 2, ഇത്തവണ കോൺഗ്രസ്സുകാർ അങ്ങനെ കൈവച്ചു എന്ന് CPM ആരോപിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ മന്ത്രിയുടെ കഴുത്തിന് എന്ത് പറ്റി എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാർ പറയുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള കുഴപ്പമാണ്, ഒരു കഴുത്തിലേറ്റ ഒരു മർദ്ദനത്തിൻ്റെ ഭാഗമായി എന്നാണ്. ഇനി പോട്ടെ, ആ ബഹളത്തിനിടയ്ക്ക് മന്ത്രിയെ പിടിച്ചൊന്ന് തള്ളി എന്ന് തന്നെ ഇരിക്കട്ടെ. തള്ളിയാൽ ഇത്രയും വലിയ അപകടം ഉണ്ടാകുമോ? മന്ത്രി ICUവിലായി പോകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഡോക്ടർമാർ പറയേണ്ട കാര്യമാണ്. ഒരു പക്ഷേ അത് വീണ ജോർജിന് മുമ്പ് ഒരു അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കഴുത്തിനൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കുറച്ച് മോശം ശാരീരിക സ്ഥിതിയുള്ള ആളായിരിക്കാം. ഈ തള്ളിനിടയ്ക്ക് ചിലപ്പോൾ കഴുത്തിന് ഉളുക്കിയിട്ടുണ്ടാവാം. അപ്പോഴും അടുത്ത ചോദ്യമുണ്ട്, 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോം വരെ എത്തുന്നു, അവിടെ വരെ കുഴപ്പമൊന്നുമില്ല, അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാകുന്നു. ചിലപ്പം അസുഖം അങ്ങനെ ആയിരിക്കാം വരുന്നത്, പെയിൻ അപ്പോഴായിരിക്കും റേഡിയേറ്റ് ചെയ്യപ്പെടുക, അതൊക്കെ ശരി. പക്ഷേ ഇത്തരം പരിപാടികൾ എല്ലാ കാലത്തും കേരളത്തിൽ ഇപ്പോൾ മന്ത്രിയുടെ പൊതുചടങ്ങുകളിലും മന്ത്രി കാറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കരിങ്കൊടി കാണിക്കാം. മന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കാൻ പാടില്ല. അത് ആരെഴുതിയ നിയമമാണ്? ഇവിടെ ഒരു മുൻ അംബാസഡറെ ചൗക്കുറ്റിക്ക് അടിച്ച് താഴെ ഇട്ട ഒരു സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അന്നെന്തായിരുന്നു ന്യായം? മുഖ്യമന്ത്രിക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞത് പോലീസ് എറിഞ്ഞ കല്ല് എന്തോ തെറിച്ചെന്നോ, പിന്നെ കറങ്ങി തിരിഞ്ഞ് സമ്മർസോട്ട് അടിച്ച് ഒരു പ്രത്യേക രീതിയിലെ കല്ല് പോയി കാറിനകത്ത് കൃത്യം ഉമ്മൻചാണ്ടിയുടെ നെറ്റിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ കാലത്തും ഓരോ ന്യായമാണ്. ഇപ്പോൾ പല മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്ന ന്യായം മന്ത്രി ട്രെയിനിൽ പോകുന്ന സമയത്ത് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല എന്നാണ്. അതിപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ നിയമമാണോ? ശരി, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നമുക്ക് അങ്ങനെ നിയമം വയ്ക്കാം. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയല്ല. കേരളത്തിൻ്റെ ഇതിൽ വണ്ടി കത്തിച്ചിട്ടുണ്ട്, ബസ്സിന് കല്ലെറിഞ്ഞിട്ടുണ്ട്, മന്ത്രിമാരെയൊക്കെ എവിടെ വേണേൽ തടഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വെടിവെപ്പ് വരെ ഉണ്ടായി, ആളുകൾ മരിച്ച സംഭവം പോലും കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇത്രയും ചരിത്രമുള്ള ഒരു പശ്ചാത്തലം ഉണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു നിയമമൊന്നും ആരും ഇപ്പോൾ തൽക്കാലം പറയണ്ട. ചുരുക്കത്തിൽ ഈ കാര്യത്തിൽ അടുത്ത 5 ദിവസത്തെ നറേറ്റീവ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു CPMൻ്റെയും സർക്കാരിൻ്റെയും നല്ല ഗംഭീരമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.